രണ്ടാമതൊരു കലാപം ഉണ്ടാകുന്നതിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ആദ്യമായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം, ഇതിനെ പിന്തുണ ആരെങ്കിലും ഈ അഭയാർത്ഥികളുടെ പ്രശ്നം അവതരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ, ആരെങ്കിലും അഭയാർത്ഥികൾക്ക് ഭക്ഷണവും മരുന്നും കൊണ്ടുപോയി കൊടുത്താൽ തീവ്രവാദികൾ എന്ന ആക്ഷേപം കേൾക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് ഒരാളും സഹായിക്കാത്ത ഘട്ടത്തിലാണ് PDP അങ്ങനൊരു ഉദ്യമത്തിന് മുതിരുന്നത്. അന്ന് ഞങ്ങൾ ആദ്യം ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് കോഴിക്കോട് മനാഞ്ചിറക്കടുത്തെത്തിയപ്പോഴാണ് പ്രമുഖനായ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗുരോ വാസുവേട്ടൻ വഴിയിൽ കണ്ടത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിത് തുടങ്ങിയത് അതിന് നന്നായി. നമ്മൾ എന്തായാലും തീവ്രവാദികൾ എന്നുള്ള പേര് ആദ്യം തന്നെ കേട്ട ആളുകളാണ്, അതുകൊണ്ട് ഇനി ഒരുപാട് ആളുകൾ രംഗത്ത് വരും. നമുക്കറിയാം, ഈ അഹമ്മദ് അവിടെ കുറെ കഴിഞ്ഞ് കുമരനായ ഈ അഹമ്മദ് അവിടെ സന്ദർശിച്ചു. അതിനുശേഷം അതിനെ തുടർന്ന് അവിടെ അടച്ചുപൂട്ടിയ പള്ളി SSFന്റെ പ്രവർത്തകർ, SKSSFന്റെ പ്രവർത്തകർ പോയി കഴുകി. ഈ അഹമ്മദ് പള്ളിയിൽ കയറി തൊട്ട് പിന്നാലെ SKSSFന്റെ പ്രവർത്തകർ പള്ളി പോയി കഴുകി. അലയ സമാജവും സംഘപരിവാരങ്ങളും ആവർത്തിച്ചു പറഞ്ഞു ഇവരൊക്കെ വർഗീയവാദികളാണ്, മുസ്ലിം തീവ്രവാദികളാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഒരുപാടുണ്ടായി. ഏതായാലും PDP അങ്ങനെ ഒരു അഭയാർത്ഥികൾക്ക് ഭക്ഷണ സാധനങ്ങൾ ഒരു ദുരിതാശ്വാസം എത്തിക്കുന്ന സമീപനം ഉണ്ടായതിനെ തുടർന്ന് കുറെ ആളുകൾ ഇതിന് തൊട്ടുപുറകെയായിട്ട് വന്നു. ഈ ആദ്യം നടന്ന കലാപത്തിന് എല്ലാവിധ സൗകര്യവും, കലാപം നടത്തിയ ആളുകൾക്ക് എല്ലാവിധ സൗകര്യം, അവരെ ഇതുവരെ ഒരു കോടതിയിൽ ഹാജരാക്കിയെങ്കിലും എല്ലാവർക്കും ജാമ്യം അനുവദിക്കുകയുണ്ടായി. അത്ര സുതാര്യമായ വ്യവസ്ഥകളോടുകൂടിയാണ് അവർക്കെതിരെ കേസെടുക്കുകയും വീണ്ടും പ്രതികാരം ചെയ്യുന്ന അവസ്ഥയിലേക്ക്, വീണ്ടും അതിനൊരു രണ്ടാമതൊരു കലാപം കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കി കൊടുത്തു. CBI അന്വേഷണം നടത്താതെ ഞങ്ങൾ ഒരു ചർച്ചക്കുമില്ല എന്ന് പിടിവാശി അരേ സമാജം പിടിച്ചപ്പോൾ അതിനെ ശക്തമായി ദുരൂഹമായി ചില ആളുകൾ CBI അന്വേഷണം എന്നുള്ള അരേ സമാജത്തിന്റെ ആവശ്യത്തെ ദുരൂഹമായി എതിർത്തു. എന്താണ്, എന്തൊക്കെയാണ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മാറാട് ഉൾപ്പെടുന്ന ഈ കടലോര പ്രദേശം വളരെ വലിയ വ്യവസായ സാധ്യതയുള്ള കടലും കടലോരവും ഒക്കെയാണെന്നുള്ള ചർച്ചകൾ ഒരുപാടുണ്ടായി. CBI അന്വേഷണത്തിന് ആരാണ് എതിർത്തത് എന്നും അവരെങ്ങനെയാണ് അതിൽ നിന്നൊക്കെ തടിയൂരിയത് എന്നൊക്കെയുള്ള വാർത്തകൾ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ ശരീരനായ മുകുന്ദൻ സി മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ തുറന്ന് എഴുതുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായി. ഏതായാലും ഇന്ന് മാറാട് രണ്ടാമത് നടന്ന കലാപത്തിന്റെ പേരിലുള്ള ആളുകൾ മാത്രമാണ് 139 പേര് ജയിലിലുള്ളത്. അതിൽ 4 പേർക്ക് മാത്രമാണ് ജാമ്യം അനുവദിച്ചു. ബാക്കി 2 പേർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ലോകത്ത് എവിടെയും ഇല്ലാത്ത വ്യവസ്ഥകൾ വെച്ച് മറ്റെല്ലാം നമ്മൾ ആലോചിക്കണം. ആദ്യം നടന്ന കലാപത്തിലെ പ്രതികൾക്ക് 359 RSSന്റെ BJPയുടെ പ്രവർത്തകർ മുഴുവൻ ആളുകൾക്കും ജാമ്യം അനുവദിച്ചു. എന്നാൽ ഇവർക്ക് ജാമ്യം അനുവദിക്കുന്നതിന് ഒരുപാട് നിബന്ധനകൾ, 2 പേര് ഏറ്റവും അവസാനം ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ ലോകത്തില്ലാത്ത നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് അവർക്ക് ജാമ്യം അനുവദിക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ ജാമ്യത്തിൽ പുറത്തിറങ്ങാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഈ വിഷയത്തിൽ